എല്ലാവർക്കും ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തെക്കുറിച്ചാണ്. അതോടൊപ്പം തന്നെ റൗലത്ത് ആക്ടിനെ കുറിച്ചും പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തിലേക്ക് വരാം. ഓക്കെ, അന്ന് വൈസ്രോയി ആയിരുന്ന ചെംസ്ഫോർഡ് പ്രഭുവും സ്റ്റേറ്റ് സെക്രട്ടറി അഥവാ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന മൊണ്ടേഗു പ്രഭു, ഇവർ രണ്ടുപേരും കൂടി കൊണ്ടുവന്ന പരിഷ്കാരമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. ഓക്കെ, അപ്പോൾ 1919 ഇന്ത്യ സെക്രട്ടറി ആയിരുന്ന എഡ്വിൻ മൊണ്ടേഗുവും ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന ചെംസ്ഫോർഡ് പ്രഭുവും കൂടി കൊണ്ടുവന്ന പരിഷ്കാരം മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ മറ്റൊരു പേര് കൂടിയുണ്ട്, അതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്നാണ് എന്തറിയപ്പെടുന്നത്? മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം അറിയപ്പെടുന്നത്. അപ്പം മിൻറ്റോ മോർലി പഠിച്ചിരുന്നു 1909. അതെന്താ പറഞ്ഞത്? ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 എന്നാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം അറിയപ്പെടുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്ന പേരിലാണ്. ഓക്കെ, ഇനി ഈ പരിഷ്കാരത്തിന് രണ്ട് പ്രധാന പ്രത്യേകതകളുണ്ടായിരുന്നു. രണ്ട് പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്താണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തിൻ്റെ എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ആദ്യമായി ദ്വിമണ്ഡല സഭാ സമ്പ്രദായം ഏർപ്പെടുത്തിയ പരിഷ്കാരമാണ് എന്തെന്ന് പറയുന്നത്? മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. ഇന്ത്യയിൽ ആദ്യമായി ദ്വിമണ്ഡല സഭാ സമ്പ്രദായം ഏർപ്പെടുത്തിയ പരിഷ്കാരം. എന്താ ദ്വിമണ്ഡല സഭാ സമ്പ്രദായം? ഇംഗ്ലീഷിൽ ബൈ ക്യാമറലിസം എന്ന് പറയും. ഇനി എന്താണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്, പാർലമെൻറ്റ് രണ്ട് സഭകളാണ്. ഇതുപോലെ തന്നെ സംസ്ഥാനങ്ങളിൽ ഇനിയിപ്പോൾ നമ്മൾ കേരളത്തിലെടുത്താൽ നമുക്ക് നിയമസഭ മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മുടെ അടുത്ത സംസ്ഥാനങ്ങളെയോ കർണാടക എടുത്തു കഴിഞ്ഞാലോ രാജസ്ഥാൻ എടുത്തു കഴിഞ്ഞാലോ ഒക്കെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, അവിടെ രണ്ട് സഭകളുണ്ട്. നിയമസഭയുണ്ട്, നിയമസഭാ കൗൺസിലും ഉണ്ട്. വിധാൻ സഭ എന്നും വിധാൻ പരിഷത്ത് എന്നും ഇതറിയപ്പെടുന്നുണ്ട്. അതായത് നിയമസഭ അതിന് തുല്യമായ സഭയാണ് അവിടെ വിധാൻ സഭ എന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മുടെ. ഇനി അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നു, അല്ലേ? നമ്മുടെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നു. ഇനി ഇത് കൂടാതെ ഈ അംഗങ്ങളുടെ അംഗസംഖ്യയുടെ 25% അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നു, നാമനിർദ്ദേശം ചെയ്യുന്നു. എങ്ങോട്ട്? വിധാൻ പരിഷത്തിലേക്ക്. അങ്ങനെ ഈ സമ്പ്രദായം എവിടെ നിലവിലുണ്ട്? ചില സംസ്ഥാനങ്ങളിൽ ഇന്ന് നിലവിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആദ്യ രൂപം, ഇതാദ്യമായി ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഇന്ത്യയിൽ ആരംഭിക്കാൻ തീരുമാനിച്ചത് ഏതോടുകൂടിയാണ്? നമ്മുടെ മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തോടു കൂടിയാണ്. അതാണ് നമ്മൾ പറയുന്നത് എന്ത്? ദ്വിമണ്ഡല സഭാ സമ്പ്രദായം ഏർപ്പെടുത്തിയ പരിഷ്കാരമാണ് എന്തെന്ന്? മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്ന്. ഇനി മറ്റൊരു പ്രത്യേകതയാണെന്ത്? പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തി. എന്താണ്? പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തി. ഡയാർക്കി ഇൻ പ്രൊവിൻസസ്. പ്രവിശ്യകളിൽ രണ്ട് തരത്തിലുള്ള ഭരണ സമ്പ്രദായം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരവും ഇത് തന്നെയായിരുന്നു, മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരമായിരുന്നു എന്നോർത്തിരിക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ പരിഷ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി പൊതു തെരഞ്ഞെടുപ്പ് 1920 നടന്നത്. ഇന്ത്യയിൽ ആദ്യമായി സ്വതന്ത്ര ഇന്ത്യയിൽ നടന്നത് 50 ശേഷമാണെങ്കിൽ, ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി തന്നെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1920 എന്ത്? 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അഥവാ മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തിൻ്റെ അടിസ്ഥാനമാക്കിയാണ് ഒരു പൊതു തെരഞ്ഞെടുപ്പ് 1920 നടക്കുന്നത്. ഇനി PSC ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. സ്ത്രീകൾക്ക് ആദ്യമായി വോട്ടവകാശം ലഭിച്ചതും ഏതിലാണ്? ഈ തെരഞ്ഞെടുപ്പിലാണ്. ഏത് വർഷം എന്ന് ചോദിച്ചാൽ എന്നാണ്? 1920. അപ്പോൾ 1920 വരെ ഇന്ത്യയിൽ സ്ത്രീകൾക്ക് എന്തുണ്ടായിരുന്നില്ല? വോട്ടവകാശം, സാർവത്രിക വോട്ടവകാശം ഉണ്ടായിരുന്നില്ല എന്നോർക്കുക. സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത് എന്നാണ്? 1920 എന്നോർത്തിരിക്കുക. ഇന്ത്യയിൽ ആദ്യമായി നടന്ന പൊതു തെരഞ്ഞെടുപ്പിലാണ് എന്നും ഓർത്തിരിക്കുക. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തിൻ്റെ നല്ല വശങ്ങളെയും ചീത്ത വശങ്ങളെയും ഒന്നും ഉൾക്കൊള്ളാതെ ശക്തമായി തന്നെ കോൺഗ്രസ് എന്തിനെ എതിർത്തു? മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തെ എതിർത്തു. കാരണം ഇതിൽ നല്ല വശങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതോടൊപ്പം തന്നെ ദൂഷ്യവശങ്ങളൊന്നും ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് കോൺഗ്രസ്സിന് ധാരണയുണ്ടായിരുന്നുകൊണ്ട് തന്നെ INC ശക്തമായി എതിർത്തെങ്കിലും സുരേന്ദ്രനാഥ ബാനർജിയെ പോലെയുള്ള INC വിട്ടുപോയ നേതാക്കൾ എന്ത് ചെയ്തു? ഇത് സ്വീകരിച്ചു. ഇവർ താല്പര്യപൂർവ്വം തന്നെ സ്വീകരിച്ചു. ഓക്കെ, അപ്പോൾ സുരേന്ദ്രനാഥ ബാനർജിയെ പോലെ കോൺഗ്രസ് വിട്ടുപോയ നേതാക്കൾ എന്തിനെ സ്വീകരിച്ചു? മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തെ സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത്.
സുരേന്ദ്രനാഥ ബാനർജിയെ പോലെയുള്ള കോൺഗ്രസ് വിട്ടുപോയ നേതാക്കൾ ഒരുമിച്ച് ചേർന്ന് ലിബറൽ ഫെഡറേഷൻ എന്ന സംഘടന ഇക്കാലത്ത് രൂപീകരിച്ചു. എന്താണ് ലിബറൽ ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ഇക്കാലത്ത് രൂപീകരിച്ചു. ഈ ലിബറൽ ഫെഡറേഷനിലെ അംഗങ്ങൾ പിന്നീട് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ലിബറലുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ലിബറൽ ഫെഡറേഷനിലെ അംഗങ്ങൾ പിൽക്കാലത്ത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ലിബറലുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരിക്കുന്നത് എന്നോർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം 1919 ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. നമുക്കിനി ശേഷം എന്തിലേക്ക് പോകാം? 1919 റൗലത്ത് ആക്ടിലേക്ക് പോകാം. 1919 റൗലത്ത് ആക്ട്. അപ്പോൾ റൗലത്ത് ആക്ട് 1919. ഓക്കെ, ഇനി റൗലത്ത് ആക്ട് യഥാർത്ഥ പേര് റൗലത്ത് ആക്ട് ഒന്നുമല്ല, അതിൻ്റെ ഒഫീഷ്യൽ നെയിം ഇത്തിരി നീളമുള്ള പേരാണ്. എന്താണ്? അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട്. എന്താണ്? അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട്. അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്നാണ് ഇതിൻ്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് റൗലത്ത് ആക്ട് എന്നറിയപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജസ്റ്റിസ് സിഡ്നി റൗലത്തിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമം നടപ്പിലാക്കിയത്, ഈ ആക്ട് നടപ്പിലാക്കിയത്. അതുകൊണ്ട് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഇത് റൗലത്ത് ആക്ട് അഥവാ റൗലത്ത് നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, ഇനി ജസ്റ്റിസ് സിഡ്നി റൗലത്ത് ആരായിരുന്നു ഇദ്ദേഹം എന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച ഒരു കമ്മീഷനാണ് റൗലത്ത് കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒന്നാം ലോക മഹായുദ്ധം 1914 ആരംഭിച്ചു, 18 കാലഘട്ടത്തിൽ അവസാനിച്ച ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് കോളനിയായിരുന്ന ഇന്ത്യയും എന്തിൽ പങ്കാളിയായി? ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കാളിയായി. അപ്പോൾ നമുക്ക് ബ്രിട്ടനോട് വലിയ താല്പര്യമൊന്നുമില്ല എന്ന സമയങ്ങളും സന്ദർഭങ്ങളും ഒക്കെ എന്ത് ചെയ്തു? നമ്മൾ ബ്രിട്ടനെതിരെ പ്രവർത്തിക്കും എന്നൊരു ധാരണ ബ്രിട്ടനുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ആവശ്യങ്ങൾ നിരാകരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടനെതിരെ ചില സമയങ്ങളിൽ പ്രവർത്തിക്കാൻ ഇന്ത്യക്കാരായ നേതാക്കന്മാരും സൈനികരും എല്ലാം തയ്യാറായി. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ബ്രിട്ടന് ധാരണയുള്ളത് കൊണ്ട് തന്നെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യക്കാർ നടത്തിയ വിധ്വംസക പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് സിഡ്നി റൗലത്ത് അധ്യക്ഷനായ ഒരു കമ്മീഷനെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് നിയമിച്ചു. ഈ കമ്മീഷൻ ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യക്കാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിച്ചു, വിശകലനം ചെയ്തു. ആ ഒരു നിഗമനത്തിലെത്തി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യ ചില സമയങ്ങളിൽ ബ്രിട്ടനെതിരെ പ്രവർത്തിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന നിഗമനത്തിലെത്തി. ഭാവിയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയും ഇന്ത്യയിൽ വളർന്നു വരുന്ന ദേശീയ പ്രസ്ഥാനത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയും സിഡ്നി റൗലത്ത് കൂടുതൽ ശുപാർശകൾ മുന്നോട്ട് വെച്ചു. ഒരു നിയമവും ശുപാർശ ചെയ്തു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ ശുപാർശ ചെയ്ത നിയമം ബ്രിട്ടീഷ് ഗവൺമെൻറ് നടപ്പിലാക്കി. ആ നിയമമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. റൗലത്ത് കൊണ്ടുവന്ന നിയമമായതുകൊണ്ട് ഇതിന് എന്ത് പേരിൽ അറിയപ്പെടുന്നു? റൗലത്ത് ആക്ട് അഥവാ റൗലത്ത് നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി എന്താണ് റൗലത്ത് നിയമത്തിൽ പറയുന്നത് എന്ന് നോക്കാം. റൗലത്ത് നിയമപ്രകാരം വാറണ്ട് കൂടാതെ ആരെയും അറസ്റ്റ് ചെയ്യുവാനും വിചാരണ കൂടാതെ ആരെയും തടവിൽ പാർപ്പിക്കുവാനും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് അധികാരം ലഭിച്ചു. അപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ നിലവിൽ എന്ത് വേണം? വാറണ്ട് വേണം, അല്ലേ? അപ്പോൾ അത് വേണ്ട എന്ത് പ്രകാരം? റൗലത്ത് ആക്ട് പ്രകാരം അത് വേണ്ട. ഇനി അറസ്റ്റ് ചെയ്ത് തടവിൽ പാർപ്പിക്കണമെങ്കിൽ എന്ത് വേണം? കോടതിയിൽ ഹാജരാക്കണം. ഒരാൾ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ അയാൾ എന്ത് ചെയ്യണം? കോടതിയിൽ ഹാജരാക്കണം. കോടതിയാണ് തീരുമാനിക്കുന്നത് അയാളെ ജാമ്യത്തിൽ വിടണോ, റിമാൻഡ് ചെയ്യണോ, കസ്റ്റഡിയിൽ വെക്കണോ, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? കോടതിയാണ്. ഈ റൗലത്ത് ആക്ട് വന്നതോടുകൂടെ ഇന്ത്യൻ പീനൽ കോഡിലെ ഈ ഭാഗം എന്ത് ചെയ്തു? ഫ്രീസ് ചെയ്തു. വാറണ്ട് കൂടാതെ ആരെയും അറസ്റ്റ് ചെയ്യുവാനും വിചാരണ കൂടാതെ ആരെയും 2 വർഷം വരെ തടവിൽ വെക്കുവാനുമുള്ള അധികാരം ആർക്ക് ലഭിച്ചു? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ലഭിച്ചു. ഈ നിയമമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? റൗലത്ത് ആക്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും ഒരു സമരം നടക്കുമ്പോൾ അതിൻ്റെ നേതാക്കളെ റൗലത്ത് നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ എന്ത് ചെയ്യും? ആ സമരത്തിൻ്റെ നേതൃത്വം നഷ്ടമാകും. 2 വർഷം വരെ വേണമെങ്കിലും ബ്രിട്ടീഷുകാർക്ക് ഇവരെ എന്ത് ചെയ്യാം? തടവിൽ പാർപ്പിക്കാം. സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്ന നിയമമായിരുന്നു എന്ത്? റൗലത്ത് ആക്ട് എന്ന് അറിയപ്പെടുന്നത്. ഇനി നമ്മുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള ഗാന്ധിയുടെ പ്രവേശനം എവിടെ കൂടെയായിരുന്നു? റൗലത്ത് ആക്ട് വിരുദ്ധ സത്യാഗ്രഹത്തിലൂടെയായിരുന്നു എന്നോർത്തിരിക്കുക. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള ഗാന്ധിയുടെ പ്രവേശനം ഇതിലൂടെയാണ്? റൗലത്ത് ആക്ട് വിരുദ്ധ സത്യാഗ്രഹത്തിലൂടെയാണ്. അപ്പോൾ ചിലർക്കെങ്കിലും സംശയം തോന്നും, ചമ്പാരൻ സത്യാഗ്രഹവും അഹമ്മദാബാദ് മിൽ സമരവും എല്ലാം, അല്ലേ? ഗാന്ധിയുടെ ഇന്ത്യയിലാദ്യ സത്യാഗ്രഹം ചമ്പാരനാണ്. ഇന്ത്യയിലാദ്യ നിരാഹാര സത്യാഗ്രഹം ഏതാണ്? അഹമ്മദാബാദ് മിൽ സമരമാണ്. രണ്ടാമത്തെ സത്യാഗ്രഹം ഗേദ സത്യാഗ്രഹമാണെങ്കിലും ഇതെല്ലാം പ്രാദേശിക സമരങ്ങൾ മാത്രമായിരുന്നു.
പ്രാദേശികമായ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ സമരങ്ങളെല്ലാം നടന്നിരുന്നത് എന്നോർക്കുക. ഇന്ത്യ ഒട്ടാകെ ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ടായതിൻ്റെ പേരിൽ ഗാന്ധിജി സമരത്തിന് ഇറങ്ങിയത് ഏതിലൂടെയാണ്? റൗലത്ത് സത്യാഗ്രഹത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള ഗാന്ധിയുടെ പ്രവേശനം ഏതിലൂടെയാണ് എന്ന് പറയുന്നത്? റൗലത്ത് ആക്ട് വിരുദ്ധ സത്യാഗ്രഹത്തിലൂടെയാണ് എന്ന് പറയുന്നത്. റൗലത്ത് ആക്ടിനെതിരെ 1919 ഏപ്രിൽ 6-ന് ഓർക്കുക, 1919 ഏപ്രിൽ 6-ന് ഗാന്ധിജി ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഒരു ദേശീയ ഹർത്താലിന് ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ നടന്ന ആദ്യ ഹർത്താൽ എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത്. ഏത്? റൗലത്ത് ആക്ട് വിരുദ്ധ സത്യാഗ്രഹം. ഓക്കെ, റൗലത്ത് ആക്ട് വിരുദ്ധ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജി എന്ത് ചെയ്തു? ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഈ ഹർത്താൽ ദിനം എന്തുണ്ടായി? റൗലത്ത് ആക്ട് വിരുദ്ധ സത്യാഗ്രഹം ഉണ്ടായി. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഹർത്താൽ എന്ന പേരിൽ ചരിത്ര പ്രാധാന്യം അറിയിക്കുന്ന ഒരു വസ്തുതയാണ് എന്തെന്ന് പറയുന്നത്? റൗലത്ത് ആക്ട് വിരുദ്ധ സത്യാഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നോർത്തിരിക്കുക. ഇനി PSC ചോദിച്ച മറ്റൊരു ചോദ്യം, റൗലത്ത് ആക്ടിനെ ബ്ലാക്ക് ആക്ട് അഥവാ കരി നിയമം എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഗാന്ധിജിയാണ് എന്നോർത്തിരിക്കുക. ഇത്രയും വസ്തുതകളാണ് നമുക്ക് റൗലത്ത് ആക്ടുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ എന്തെല്ലാം പഠിച്ചു? മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തെക്കുറിച്ചും റൗലത്ത് ആക്ടിനെ കുറിച്ചുമാണ് പഠിച്ചത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗവുമായിട്ട് കാണാം. റൗലത്ത് ആക്ടിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് പരിചയപ്പെടാം.